ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. ഇന്ന് നമ്മുടെ കൃഷിസ്ഥലത്ത് കുറച്ച് ഡെവലപ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്നലെ ഇവിടെ നോക്കൂ, നമ്മൾ പുതിയതായിട്ട് കുറച്ച് കൂർക്കത്തലപ്പ് വെച്ചിട്ടുണ്ട്. ആ കൂർക്ക നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ്, ഒരു പച്ചക്കറിയാണ്. അപ്പം അതുകൊണ്ട് അത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടാത്തൊരു കാര്യമായതുകൊണ്ട് ഇന്നലെ 2 പണിക്കാരുണ്ടായിരുന്നു. അവരെ കൊണ്ട് മൊത്തത്തിൽ പ്ലോട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പുല്ല് നല്ലപോലെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളിതാ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കുറച്ച് നമ്മുടെ ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് വളമായിട്ട്. അപ്പം നമ്മൾ കൂർക്കത്തലപ്പ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ കൂർക്കത്തലപ്പായിരുന്നു. ആ കൂർക്കത്തലപ്പ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു, കൂർക്ക തന്നെ മുളച്ചു വന്നതാണ് കഴിഞ്ഞ വർഷത്തെ കുറച്ച് ബാലൻസിൽ നിന്ന്. അതിൽ നിന്ന് നമ്മൾ കൂർക്കത്തലപ്പൊക്കെ നുള്ളി ആണ് ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ പാവയ്ക്ക പൂവിട്ടിട്ടുണ്ട്. പാവയ്ക്കതാ ചെറിയൊരു കായ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കായകൾ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ബുദ്ധിപരമായിട്ട് കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. കണ്ട, ഇവൻ മിക്കവാറും തുമ്പികൾ കൊത്താൻ ചാൻസ് ഉണ്ട്. ഒരു തുമ്പി ഒരു ഒറ്റ ഡോട്ട് കൊത്തി കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതിന്റെ പരിപാടി. അപ്പൊ അതാണ് അതിന്റെ അവസ്ഥ. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഇന്നലെ നമ്മൾ 2 വാഴ കൊല ഇതിന്ന് വെട്ടിയിരുന്നു. അപ്പൊ കൊല വെട്ടിയപ്പോൾ വലിയ ശക്തിയുള്ള കൊലയല്ല കിട്ടിയത്, ഞാലിപ്പൂവനാണ്. പക്ഷെ ശക്തി കുറവായിരുന്നു. കാര്യം കടുത്ത വേനലിലുണ്ടായ കൊല ആയതുകൊണ്ട് നമ്മൾ ഈ വാഴപ്പിണ്ടി പിണ്ടി എടുത്ത് നമ്മൾ ഇന്ന് വീട്ടിൽ കറി വെച്ചിട്ടുണ്ട്. അപ്പൊ കറി നമുക്കിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് അതായിരിക്കും. നേന്ത്രവാഴയാണ്. പിന്നെ മറ്റൊരു വിശേഷം ഇന്നലെ പറയാനുള്ളത്, നമ്മൾ ഇന്നലെ ഇവിടെയുള്ള പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് കുറച്ച് വളമൊക്കെ ഇട്ട് നമ്മൾ കപ്പ നട്ടിരുന്നു കുറച്ച്. ആ കപ്പയുടെ ചുറ്റും നമ്മൾ കുറച്ച് വെണ്ടയുടെ വിത്ത് പാവിയിരുന്നു. പക്ഷെ ആ വെണ്ട വിത്ത് വളരെ ശക്തമായി വളർന്നു വന്ന് അതിൽ കായ പിടിച്ചു തുടങ്ങി. ഇപ്പോൾ പണിക്കാർ വന്നവർ പറഞ്ഞത് ഇത് വളരെ നല്ലൊരു വെറൈറ്റി വെണ്ടയാണ്, നാടൻ വെണ്ട തന്നെയാണെന്ന് പറയുന്നത്. നല്ല രോഗപ്രതിരോധ ശക്തിയും വളരെ ഉയരം കുറഞ്ഞ് തന്നെ നിൽക്കുന്ന നല്ലപോലെ കായ പിടിക്കുന്ന വെറൈറ്റിയാണ്. അപ്പൊ അവര് കുറച്ച് വിത്ത് ഉണ്ടാക്കുന്നു വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ വീട്ടിൽ നടാനായിട്ട്. കണ്ടില്ല, ഇതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം കപ്പയ്ക്കും വളം കിട്ടും, വെണ്ടയ്ക്കും വളം കിട്ടും. കപ്പയ്ക്ക് വേണ്ടി ഓൾറെഡി നമ്മൾ ഒരു പൊലി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. വളം വിടുമ്പോൾ രണ്ടിനും ഉപയോഗപ്രദമായി മാറും. പിന്നെ ഇന്നലെ നമ്മൾ വെച്ച മറ്റൊരു തെങ്ങിൻ തൈയാണിത്. ഇത് വെസ്റ്റ് കോസ്റ്റ് ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈയാണ്. ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാ. കൃഷിഭവനിലെ വെസ്റ്റ് കോസ്റ്റിന്റെ കുള്ളൻ തെങ്ങല്ല അത്. പക്ഷെ വെസ്റ്റ് കോസ്റ്റിന്റെ ഗുണം ഞാൻ മനസ്സിലാക്കിയത് രോഗപ്രതിരോധ ശക്തി ഉണ്ട് എന്ന് മാത്രമല്ല, ഒരുപാട് വർഷം അതിന് ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചെറിയ തരം കുള്ളൻ തൈകൾ വെക്കുമ്പോൾ മാക്സിമം ഒരു 10 വർഷം കൊണ്ട് അതിന്റെ ലൈഫ് തീരും. തന്നെയല്ല പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണെങ്കിൽ കുറച്ചും കൂടി നല്ലപോലെ കായ പിടിക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോവുകയും ചെയ്യും. ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി സ്പേസ് നമുക്ക് മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കുള്ളന്തെങ്ങുകൾ ഇവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാ കുറച്ച് കഴിയുമ്പോൾ പൊന്തിയങ്ങ് മുകളിലേക്ക് പൊയ്ക്കോളും. അങ്ങനെ ഇരിക്കുന്നു. അവിടെ നമ്മുടെ ഒരു വാഴ കുലച്ചിട്ടുണ്ട്. ആ കൊലയുടെ ഭാരം കൊണ്ട് വീഴാതിരിക്കാൻ നമ്മളിതേ ഒരു കെട്ടി നമ്മൾ ഇവനെ അകലെ നിൽക്കുന്ന ഒരു തെങ്ങിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കിയതാട്ടോ ഇന്നലെ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലല്ലായിരുന്നു. ഇത് നമ്മുടെ മഞ്ഞൾ പൊന്തി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നല്ല വിളവെടുപ്പ് നമുക്ക് മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ തന്നെ വിത്ത് എടുത്തു വെച്ചിട്ട്, വിത്തല്ല, ആ തൈയുടെ കട എടുത്തു വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് മറ്റൊരു വെസ്റ്റ് കോസ്റ്റ് തെങ്ങിൻ തൈ, 2 തെങ്ങിൻ തൈയാണ് നമ്മൾ വെച്ചത്. ഇത് ഇഞ്ചിയും കഴിഞ്ഞ വർഷത്തെ വിത്ത് എടുത്തു വെച്ച് അതിന്റെ കണ്ടിന്യൂഷനാണ് ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത്. ഇഞ്ചി കഴിഞ്ഞ വർഷം അത്ര നല്ല വിളവല്ല കിട്ടിയത്. ഈ വർഷവും ഇഞ്ചി നിൽക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു അപാകത ഇഞ്ചിക്ക് ഉണ്ട്. അത് നമുക്ക് എന്താ നോക്കണം. കുറച്ചും കൂടി നല്ല രീതിയിൽ വളർട്ട് കൊടുത്തിട്ട് കുറച്ച് ഈ 18 അങ്ങനെ എന്തോ ഒരു ഫെർട്ടിലൈസറും കൂടി ഞാൻ ഇപ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുറ്റിയമര പയറ് നല്ലപോലെ പൂവൊക്കെ പിടിച്ച് കായ പിടിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഇതിനകത്ത് പുഴുക്കേടാന്ന് തോന്നുന്നു, കേട് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള ചില മരുന്നുകളൊക്കെ ഇന്നലെ ഞാൻ അടിച്ചു നോക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ എന്താണ്, അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കേസാണോ എന്നുള്ളത് നമുക്കറിയില്ല.
പിന്നെ ഇതാ ഇവിടെ പയറ് രണ്ടാമത് ഒരു പയർ സെറ്റ് ഫ്രണ്ട് അപ്പുറത്തുണ്ട്. ഇത് മറ്റൊരു പയറാണ്. ഇതും ഏതാണ്ട് കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടിട്ട് മീറ്റർ പയറാണോ? അല്ല, മീറ്റർ പയറല്ല, പെട്ടെന്ന് കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചീരത്തൈ വെച്ചിട്ട് അതങ്ങ് ശരിയാവുന്നില്ല. ചീരയുടെ സമയമല്ല അതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആയി നിൽക്കുന്ന വാഴ ആറ്റുനേന്ത്ര. അത് ഇന്നലെ പണിക്കാർ വന്നപ്പോഴാണ് എന്നോട് ആ കാര്യം സൂചിപ്പിച്ചത്. വാഴകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആറ്റുനേന്ത്ര എന്ന് പറഞ്ഞ നേന്ത്രവാഴയാണിത്. അപ്പം അതുകൊണ്ട് അവൻ ഇന്നലെ പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് വളം ചെയ്യലും പുല്ലുപറിക്കലും അവനെ ഒന്ന് സെറ്റപ്പ് ആക്കി നിർത്തിയിട്ടുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ഞാൻ പല തരത്തിലുള്ള വാഴക്കന്നുകളാണ് ഇവിടെ പരീക്ഷിച്ചേക്കുന്നത്. അപ്പം വെറൈറ്റി വാഴകളാണ് ഇവിടെ ഉള്ളതെല്ലാം. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ രാജകീയ പ്രൗഢിയുള്ള ഒരു വാഴയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് അതിനൊരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. അതിന്റെ നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. ഈ പൂരപ്പറമ്പിലൊക്കെ ആനകളെ ഏറ്റവും തലയെടുപ്പുള്ള ആനയാണ് നടുക്കിൽ നിർത്തുന്ന പറഞ്ഞ പോലെ അവന്റെ തലയെടുപ്പ് കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇത് പിന്നെ നമ്മൾ ചെയ്ത മറ്റൊരു പരിപാടിയാണ്. തെങ്ങിൻ തൈൻ്റെ കടയ്ക്ക് ഇങ്ങനെ തളം കൂട്ടിയപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ വെണ്ടയുടെ തൈ വെച്ചു കൊടുത്തു. ഈ വെണ്ടയൊക്കെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെയും വെണ്ട നന്നായി വന്നിട്ടുണ്ട്. ഈ വെണ്ടയുടെ വിത്തും നല്ലതാണ്, നമ്മൾ വെണ്ട വച്ചിരിക്കുന്ന സമയവും നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പയറാണ്. ഞാൻ നേരത്തെ കാണിച്ച പയർ തൈ വെച്ചതിനേക്കാളും ഒരു 2 മാസം മുമ്പ് വെച്ച പയറാണ്. പക്ഷെ ഇതുവരെ ഇതിൽ പയർ പിടിച്ചിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ ചെടി വളർന്ന് പന്തലിച്ച് ഇങ്ങനെ പോകുക എന്നല്ലാതെ. അപ്പൊ ഞാൻ ഇവിടുത്തെ ചില നാട്ടുകാരോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് പൊളപ്പ് വരിക എന്ന് പറയും. അതായത് ചെടിക്ക് കായ പിടിക്കാൻ മടി കാണിക്കുക, ചെടികൾ വല്ലാണ്ട് വളരുന്ന, അത് ചിലപ്പോൾ മണ്ണിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ഇത് നമ്മൾ പുതിയൊരു മണ്ണിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കൃഷി ആയതുകൊണ്ട് അത് ചിലപ്പോൾ അങ്ങനെ വന്നതായിരിക്കും. അപ്പൊ ഞാൻ തൽക്കാലം കുറച്ച് ഇല പൊട്ടിച്ച് ഇതിനകത്ത് കൊണ്ടുപോയിട്ട് കറി വെച്ചു. പക്ഷെ ഇത് എന്തായാലും പൂക്കാതിരിക്കില്ല. അവിടെ ഇവിടെയും ചെറിയൊരു പൂവൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് ഈ പൊളപ്പ് വന്നതുകൊണ്ട് ഈ സംഭവിച്ചതാണെന്നാണ് ഇവരുടെ വിദഗ്ധരുടെ അഭിപ്രായം. ഇത് അവിടെ ചെറുതായിട്ട് ഇതേ കായപിടുത്തമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് കായ പിടിച്ചിട്ടുണ്ട്. ഇത് കായ പിടിച്ച ഒരു സ്ഥലത്ത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി. ചില പൂവൊക്കെ മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെയാണ് മക്കളെ ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഈ വാഴക്കൊല കണ്ടില്ല, 2-3 വാഴക്കൊലകൾ അത്യാവശ്യം വെട്ടാവുന്ന രീതിയിൽ ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 2 വാഴക്കൊല വെട്ടി. അത് പക്ഷെ വളരെ ശുഷ്കിച്ച കൊലകളായി പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ മാത്രമുള്ളത് ഇല്ല ആ കൊലയില്. കാരണം അത് അത്രയും കടുത്ത വേനലില് വന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് ഉള്ളത് അരിഞ്ഞ് വല്ല ഉപ്പേരിക്ക് ഉപയോഗിക്കാമെന്നാണ് പണിക്കാരൻ നിർദ്ദേശം തന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ചെയ്യണം. ഒരു കാര്യം കൂടി നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. എരിക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെടി തന്നെ മുളച്ചിട്ടുണ്ടായതാണ്. ഇത് ഔഷധത്തിന് ഉപയോഗിക്കുന്നതാണ്. ചിലർ ഇത് വിഷച്ചെടിയാണെന്നും പറയുന്നുണ്ട്. അതാണ് ഇത്. ഇതിനകത്ത് നിന്ന് അപ്പൂപ്പൻ താടികൾ ഉണ്ടാവും. അത് എരിക്കിന്റെ പൂവാണ്. ഇതിനകത്ത് ഒരുതരം കായ ഉണ്ടാവും. ആ കായ പൊട്ടിയിട്ടാണ് അതിനകത്ത് നിന്ന് ഈ അപ്പൂപ്പൻ താടികൾ വരുന്നത്. അപ്പൂപ്പൻ താടി വേറെ മരത്തിൽ പടർത്തുന്ന ഒരു ചെടിയിൽ നിന്നും വരും. പക്ഷെ ഇതിൽ നിന്നും അതുണ്ടാവും. ഒരു കായ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി തോന്നുന്നു. ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.